ഇവിടുന്ന് കേട്ടതുപോലെ ജീവിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇനി ക്യാമ്പസിൽ പോയാൽ എനിക്ക് ഈ പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കാൻ കഴിയുമോ? ഈ ഒരാശങ്ക ഇല്ലാത്തവർ അധികം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും ഈ ആശങ്ക ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്നത് പ്രത്യേകിച്ച് പ്രയോജനപ്പെട്ടിട്ടില്ല എന്നും കൂടി മനസ്സിലാക്കും. ഇവിടെ മനസ്സ് തട്ടുന്ന കുറേ പ്രസംഗം കേട്ടല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ നാളെ മുതൽ ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഇതനുസരിച്ച് പോകാൻ കഴിയുമോ എന്നുള്ളത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് സമൂഹത്തിൽ കാണുന്നത്, പ്രത്യേകിച്ച് ക്യാമ്പസിലൊക്കെ കാണുന്നത്, ഒന്നുകിൽ തിന്മയിലേക്ക് കൂപ്പുകുത്തുക, അതായത് എല്ലാ അനാവശ്യ കാര്യങ്ങളിലും മുന്നോട്ട് പോവുക, എന്നിട്ട് ജീവിതം അടിച്ചു പൊളിച്ച് നാശാക്കി കളയാം. അല്ലെങ്കിൽ ചെയ്യണ്ട, ഇങ്ങനെയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കും, എന്ത്, ഇനി ഞാൻ ക്യാമ്പസിൽ പോയാൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി ജീവിച്ചാൽ എൻ്റെ ഈ വ്യക്തിത്വത്തിന് എന്തെങ്കിലും പ്രശ്നം വരും. അപ്പം ഞാൻ തൽക്കാലം പഠിക്കണ്ട, തൽക്കാലം ജോലി ചെയ്യണ്ട, തൽക്കാലം കോളേജിൽ പോകണ്ട, ഓഫീസിൽ പോകണ്ട എന്ന് തീരുമാനിച്ച് സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥയും ശരിയല്ല. ഈ രണ്ട് സമീപനവും ശരിയല്ല. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ദോഷബാധയെ തടുത്ത് ജീവിക്കുവാനുള്ള ത്രാണിയാണ് നമുക്കുണ്ടാവേണ്ടത്. അതിനാണ് തഖ്വ എന്ന് പറയാം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ദോഷബാധ നമുക്ക് ചുറ്റുമുണ്ട്, ഉണ്ടായിക്കൊണ്ട് തന്നെ അത് നമ്മെ ബാധിക്കാതെ ശ്രദ്ധിക്കുന്നതിനാണ് എന്ത് പറയാ? തഖ്വ എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. അഥവാ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നന്മയിൽ നിലകൊള്ളാൻ കഴിയുക എന്നതാണ് പ്രധാനം. ഒരാളെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം കേട്ടു. എന്താ അഭിപ്രായം എന്നറിയോ? എത്രയോ വർഷമായിട്ട് അയാൾ 5 വക്തും ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കും. സുബൈക്കടക്കം ഇത്രയും കാലമായിട്ട് അയാൾ മുടങ്ങിയിട്ടില്ല, ഏത് സമയത്തും പള്ളിയിലുണ്ടാവും. ഇങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ആവേശം തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ അവസാനം പറഞ്ഞു, എന്ത്, അയാൾക്ക് ജോലി പള്ളിയിൽ തന്നെയാണ്, അയാൾ പള്ളിയിലെ ഇമാമാന്നും കൂടി പറഞ്ഞാലോ? അത് ചെറിയ കാര്യമെന്നല്ല ഞാൻ പറയുന്നത്, കൂലി കിട്ടും. പക്ഷെ ഒരു ഇമാമായി പള്ളിയിൽ തന്നെ ജീവിക്കുന്ന ആൾ 5 വക്തിനും പിന്നെ പങ്കെടുത്തു എന്നത് ഒരു നമ്മൾ എക്സൈറ്റഡ് ആകേണ്ട സംഭവം അല്ല. എന്നാൽ തൊട്ടപ്പുറത്ത് നല്ല കച്ചവടം നടക്കുന്ന ഒരു കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട്, ഒരു പലചരക്ക് കടയുണ്ട്. അയാൾ ഇത്രയും മാസങ്ങളായിട്ട് 5 വക്തും കൃത്യമായി ഇവിടെ വന്ന് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ വ്യത്യാസമല്ലേ? അല്ലേ? നല്ല തിരക്കുള്ള ഒരു ഡോക്ടർ ക്ലിനിക്കിൽ നിന്ന് 5 വക്തും കൃത്യമായി വന്ന് നമസ്കരിച്ചു പറയുമ്പോൾ വ്യത്യാസമല്ലേ? മാർക്കറ്റിൽ എല്ലാ തിന്മകൾക്ക് നടുവിലൂടെയും ജീവിക്കുന്ന ഒരു തൊഴിലാളി സമയമാകുമ്പോൾ ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്ന് മാറി വന്ന അയാൾ നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു വല്ലാത്ത ഒരു തിളക്കമുണ്ട് അല്ലേ? അതേപോലെ എല്ലാ തിന്മകളുടെയും മലമാലകൾ അലയടിച്ച് വീശിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ നിന്ന്, ആ തിന്മകളിൽ നിന്ന് നെഞ്ചൂക്കോടുകൂടി മാറി നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്, അതാണ് പ്രതാപം എന്ന് പറയുന്നത്. അവരെ കാത്തിരിക്കുന്നതാണ് സ്വർഗം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആര് അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് തിരിച്ചു നടക്കുന്നുവോ അവർക്കുള്ളതാകുന്നു സ്വർഗം. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ തിന്മയുടെ സാഹചര്യം ഉണ്ടെങ്കിലും അതിൽ പെടാതെ മാറി നിൽക്കുന്നവർക്ക് എന്തുണ്ടാവുള്ളൂ? സ്വർഗം ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം അതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.